ക്ലാസ്സിന്റെ ഓണപരീക്ഷാ ചോദ്യങ്ങളാണ്. ആക്ടിവിറ്റി ഫസ്റ്റ്, ലെറ്റ് ഡ്രോ. നമുക്ക് വരയ്ക്കാം. ലിസൺ ടു യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. ടീച്ചറെ കുറിച്ച് നിർദ്ദേശങ്ങൾ പറയും, അതിനനുസരിച്ച് ചിത്രം കംപ്ലീറ്റ് ചെയ്യുക. ടീച്ചറിന്റെ നിർദ്ദേശമില്ലെങ്കിലും 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സ്വാഭാവികമായും ഈ സെന്റൻസുകൾ വായിക്കാനും അത് അനുസരിച്ച് വർക്ക് ചെയ്യാനും സാധിക്കും. ആദ്യം അവരെ കൊണ്ട് ഈ സെന്റൻസുകൾ വായിപ്പിക്കുക. വായിപ്പിച്ചതിന് ശേഷം എന്ത് മനസ്സിലായി എന്നുള്ളതിനനുസരിച്ച് വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഡ്രോ എ പ്ലാന്റ് ഇൻ ദ പോട്ട്. ഡ്രോ മീൻസ് വരയ്ക്കുക. എ പ്ലാന്റ് ഇൻ ദ പോട്ട്. ഈ ചെടിച്ചട്ടിയിൽ ഒരു ചെടിയെ വരയ്ക്കുക, ഒരു പ്ലാന്റിനെ വരയ്ക്കുക. ഡ്രോ സം ഫ്ലവേഴ്സ് ഓൺ ദ പ്ലാന്റ്. പ്ലാന്റിന് കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കുക. അതിനോടൊപ്പം ഡ്രോ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്. കൊമ്പുകളും ചില്ലകളും വരയ്ക്കുക, ഇലകൾ വരയ്ക്കുക. അതിനോടൊപ്പം എന്തുകൂടെ വരയ്ക്കുക? ഫ്ലവേഴ്സ് കൂടി വരയ്ക്കുക. ഗീവ് ഗ്രീൻ കളർ ടു ദ ലീവ്സ്. ഇലകൾക്ക് പച്ച നിറം നൽകുക. ഗീവ് റെഡ് കളർ, ചുവന്ന നിറം നൽകുക. അപ്പോ ഇവിടെ നൽകിയിട്ടുണ്ട്, ഈ ചിത്രം നോക്കുക. ഡ്രോ എ പ്ലാന്റ് ഇൻ ദ പോട്ട്. നമ്മളൊരു ചെടിയെ വരച്ചു. ഈസി ആയിട്ട് അറിയാവുന്ന രീതിയിൽ വരച്ചാൽ മതി. കുട്ടികൾക്ക് ചെടിയുടെ ചിത്രം വരയ്ക്കാൻ അറിയാം. 2ാം ക്ലാസ്സുകാരാണ്. ഡ്രോ ബ്രാഞ്ച്, ചില്ലകൾ വരച്ചു. ആൻഡ് ലീഫ്, ഇലകൾ വരച്ചു. ഡ്രോ സം ഫ്ലവേഴ്സ്, പൂക്കൾ വരച്ചു. ഗീവ് ഗ്രീൻ കളർ ടു ദ ലീഫ്. ഇലകൾക്ക് ഏത് നിറം കൊടുത്തു? പച്ച നിറം കൊടുത്തു. ഗീവ് റെഡ് കളർ ടു ദ ഫ്ലവർ. പൂക്കൾക്ക് റെഡ് കളർ നൽകി. നമുക്ക് മറ്റൊരു വർക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക്. Draw a big arc in the sky for the rainbow. റെയിൻബോയ്ക്ക് കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക, ഒരു ആർച്ച് എന്നുള്ള രീതിയിൽ വരയ്ക്കുക. Add 6 sections in the arc for each color of the rainbow. 6 ഭാഗങ്ങൾ വരയ്ക്കുക. Write the names of the color. വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. Color each section of the rainbow with the correct color. Draw a sun or clouds near the. അടുത്തായിട്ട് ഒരു സൂര്യനെയോ മേഘത്തെയോ വരയ്ക്കുക. അപ്പോ മഴവില്ല് വരയ്ക്കാൻ ആവശ്യപ്പെടാം. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള വർക്കാണ്. ഒരു ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾക്ക് നൽകാവുന്ന ഒരു വർക്കാണ്. തുടർന്ന് നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതേപോലെ പുസ്തകം ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ, അതായത് ഓണപരീക്ഷ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിനോട് ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. 2ാമത്തത് ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ആണ്. സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഇൻ എ പാർക്ക്. കളർ ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ പാർക്ക്. ചിത്രത്തിന് നിറം കൊടുക്കുന്നതിന് എന്തില്ല, പരീക്ഷയ്ക്ക് മാർക്കോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊരു എൻഗേജിങ് ആക്ടിവിറ്റി എന്ന നിലയിൽ നൽകുന്നു എന്ന് മാത്രം. ഡിസ്ക്രൈബ് ദ പാർക്ക്. ഈ ചിത്രത്തിന് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്യും. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് സെന്റൻസുകൾ എഴുതാൻ കഴിയും. ആലോചിച്ച് നോക്കുക. അടുത്ത പേജിലേക്ക് പോകുന്നതിന് മുമ്പേ കുട്ടികളെ കൊണ്ട് ഈ ചിത്രത്തെ കുറിച്ച് ഒരു 5 സെന്റൻസ് എഴുതിക്കുക. എഴുതാൻ കഴിയാത്തവരുടെ ചോദ്യങ്ങൾ ചോദിക്കുക. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഹു ആർ ദേ? Sachin and Bruno, what are they doing? They are looking at the park. There's a big tree and we can see birds sitting on the tree. Some birds are flying. A boy is sitting on the swing. 2 boys are playing on the seesaw. Park, there is a board named Park, and there is an ice cream shop. A man is selling an ice cream shop. നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത് this is a dash. There is a dash in the park. 2 birds are. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന എഴുതാൻ സാധിക്കുമോ എന്നുള്ളതും കൂടെ നമുക്ക്. this is a park. എപ്പോഴും ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് എന്താണ് സ്ഥലം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഐഡിയ ഇതിൽ ഏതാണ്, അത് ഉപയോഗിക്കുക. this is a park. There is a shop in the park. There is a shop, ഒരു കടയുണ്ട്. There is an ice cream parlor. An ice cream എന്നുള്ളതാണ് വരുന്നത്. ആർട്ടിക്കിൾ വരുന്നത് ശ്രദ്ധിക്കാം. 2 birds are sitting on a tree. Children are playing. അതിനോടൊപ്പം കൂടെ ചേർത്ത are playing. Children are playing on the seesaw. അതുപോലെ
ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ നൽകുന്നു. ചിത്രം നോക്കുക. ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കുമോ? 5 സെന്റൻസ് നോക്കുക. ഇറ്റ് ഇസ് എ ക്ലാസ് റൂം. ഇറ്റ് ഇസ് എ സ്കൂൾ. We can see a school bus near the tree. The children are playing football. Others are sitting in the class. We can see the teacher. A bird is flying. The climate is good. The sky is blue. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. Students sit at their desk. They listen to their teacher in the classroom. The school has a big playground. Kids are running and playing. Kids are running here and there. They are playing football. There are colorful drawings on the classroom wall. വളരെ മനോഹരമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. There are colorful drawings on the classroom wall. The library has many books. They are learning to read and write. അവരെന്ത് ചെയ്യാണ്? എഴുത്തും വായനയും പഠിക്കുകയാണ്. They are learning to read and write. The school bus takes children to and from school every day. To and from. ഈ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രം എന്നുള്ള വാക്ക് അതിനോടൊപ്പം ടു ആൻഡ് ഫ്രം മുന്നോട്ടും പിന്നോട്ടും എന്നുള്ള അർത്ഥത്തില് ഇവിടെ ടു ആൻഡ് ഫ്രം സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. There is a yellow color school bus near the tree. ഒരുപാട് സെന്റൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആലോചിക്കുക, പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷില് ഒന്ന് പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ഒരു ചിത്രം നൽകും, അതുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. 2 വരികൾ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞു. 4 വരികൾ നൽകും, അതുപോലെ 4 വരികൾ കൂടി എഴുതി ചേർക്കുക. ബോക്സോ അല്ലെങ്കിൽ ചിത്രങ്ങളോ സഹായത്തിനായിട്ട് ഉണ്ടാകും. പിന്നീട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഗെയിം ഉണ്ടായിരിക്കും, ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. കോൺവെർസേഷൻ പൊതുവെ സെന്റൻസുകൾ കറക്റ്റ് ചെയ്യാനോ അതല്ല എങ്കിൽ കോളങ്ങളിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതി വയ്ക്കുന്നതിനുമായിരിക്കും ചോദിക്കുന്നത്. നാളെ മറ്റൊരു മോഡൽ ചോദ്യവുമായിട്ട് വീണ്ടും